നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തു നല്ലൊരു അധ്യാപകനായിരുന്നു. അപ്രകാരം പറയാൻ കാരണം തനിക്ക് മുന്നിൽ കൂടി വന്ന ജനക്കൂട്ടത്തോടും പുരുഷാരത്തോടും ശിഷ്യരോടുമൊക്കെ ഉപമകളിലൂടെയാണ് ഉപദേശിച്ചിരുന്നത്. അതൊരു കേവലം തിയററ്റിക്കൽ നോളജായി മാത്രം നിൽക്കാതെ പ്രാക്ടിക്കൽ നോളജും കൂടെയാണ് അവർക്ക് കൊടുത്തത്. ഒരു പ്രായോഗിക തലത്തിൽ സ്വയം ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ ഉപമകൾ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടാകരുത്, പകരം സ്വയം വിനയപ്പെട്ട് ജീവിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ശിഷ്യന്മാരുടെ കാൽ കഴുകിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുകയായിരുന്നു യേശുക്രിസ്തു. പാട്ടുകാരൻ പോലും ഇപ്രകാരമല്ലേ പാടിയത്? വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടയണമേ ദൈവമേ, അനുദിനം തവ പാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടും. നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിൽ വിനയമുള്ള ഒരു ഹൃദയം മെനയാൻ നീ സഹായിക്കണം. നിന്റെ പാവം എന്നിൽ ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കണമേ. ആമേൻ.